ചില ആൾക്കാർക്ക് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പുച്ഛമാണ്. സൗദി അറേബ്യ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര കൂടുതൽ ഈ മിലാഫ് കോളൊന്നും കളിയാക്കേണ്ട കാര്യം, ഇമാതിരി ഡയലോഗ് അടിക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ പോയി കഷ്ടപ്പെട്ടില്ലേ നിന്റെ അച്ഛൻ കാശുണ്ടാക്കി. നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും മിലാഫ് കോളമയമാണ്. സൗദി അറേബ്യ ഈന്തപ്പഴത്തിൽ നിന്നും ഒരു കോളം നിർമ്മിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ മലയാളികളായിട്ടുള്ള പലരും ഈ മിലാഫ് കോളയുമായി ബന്ധപ്പെട്ട ഒരു ബോട്ടിലൊക്കെ പിടിച്ച് അവർ ഭയങ്കര രീതിയിൽ ഫോട്ടോസ് ഇടുന്നു, വീഡിയോസ് ഇടുന്നു. നല്ല കാര്യം. അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രോഡക്റ്റ് വരുന്നു, അത് കൊള്ളാമെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയാനുള്ള ഒരവകാശമൊക്കെ അവർക്കുണ്ട്. അത് മേടിച്ച് കഴിക്കുന്നവരാണല്ലോ അത് അഭിപ്രായം പറയുന്നത്. നാട്ടിലേക്ക് എത്തിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വരുവാണെങ്കിൽ ഒരു ബോട്ടിൽ ഒന്ന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് കുടിച്ച് നോക്കണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്. സംഭവം നമ്മുടെ അടുത്തൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും മിലാഫ് കോള ഇങ്ങനെ നല്ല രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിലാഫ് കോളയുമായി ബന്ധപ്പെട്ടുള്ള വിഷ്വൽസൊക്കെ പല ആൾക്കാരും ഒക്കെ എടുത്തിരുന്നുണ്ട്. അങ്ങനെ ഒരു ഫേസ്ബുക്കിൽ ഒരു പയ്യൻ, ആ പയ്യൻ ഇതുപോലെ മിലാഫ് കോള കേരളത്തിലേക്ക് എത്തി. അങ്ങനെ അതൊന്ന് കഴിച്ചു നോക്കി. അതിൻ്റെ ഒരു ഒപ്പീനിയൻ ആ പയ്യൻ പറയുന്നുണ്ട്. മിലാഫ് കോള നാട്ടിൽ എത്തിച്ച് സത്യം പറയാമല്ലോ 10 പൈസയ്ക്ക് കൊള്ളില്ല എന്നുള്ള രീതിയിൽ ആ പൈസ കൊടുത്ത് മേടിച്ച് ഉപയോഗിച്ച ഒരാൾ പറയാൻ. അപ്പോൾ അതിന് കമൻറ്റ് ബോക്സ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ കുറേ കമൻറ്റ് ബോക്സിലുണ്ട്. വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമൻറ്റ് ഉണ്ട്. അത് ഞാൻ വായിച്ചിട്ട്, ഇതെന്ത് തന്തയുടെ മോനാണ്, ആ തന്ത വേല എടുക്കുന്നത് ഏത് നാട്ടിലാണ്, അവിടുന്ന് കിട്ടുന്ന പണം കൊണ്ടല്ലേടാ നീയും നിൻ്റെ വീട്ടുകാരും കഴിയുന്നത്, എന്നിട്ട് ആ നാട്ടിലെ ഒരു പ്രോഡക്റ്റിനെ നീ കുറ്റം പറയും. പയ്യനെ പറഞ്ഞിട്ട് കാര്യമില്ല, പയ്യൻ്റെ തന്തേനെ പറയണം. ഇതെന്തോന്ന് സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? ആ രാജ്യത്ത് ജോലി ചെയ്തത് കൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് ജോലി ചെയ്യേണ്ടി വന്നത് കൊണ്ട് ആ പ്രോഡക്റ്റ് മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ സൂപ്പറാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇത്രയ്ക്ക് സ്നേഹം പിടിക്കാൻ എന്താ കാര്യമുള്ളത്? ചില ആൾക്കാർക്ക് സൗദി പോലുള്ള രാജ്യങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ഈ അറബ് രാജ്യങ്ങളോട് സ്നേഹമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊന്നും ജോലി കിട്ടാത്ത, ഇപ്പോൾ ഹിന്ദുസായാലും ക്രിസ്ത്യൻസായാലും മുസ്ലിംസായാലും നമ്മുടെ രാജ്യത്തൊന്നും ജോലി കിട്ടാതെ പല ആൾക്കാരും ജീവിതം നശിച്ചു പോകുന്ന ഒരവസ്ഥയിൽ പല ആൾക്കാർക്കും നല്ല വിദ്യാഭ്യാസം കാണും, പക്ഷേ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ നാട്ടിലില്ല. അങ്ങനെ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അവിടെ പോയി കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് അവർ കാശുണ്ടാക്കിയിട്ടുണ്ട്. വെറുതെ ഒന്നും കിട്ടിയൊന്നുമല്ല. എന്നാൽ നമുക്ക് ആ രാജ്യത്തോട് സ്നേഹമുണ്ട്. കാരണം നമ്മൾ ചിലപ്പം നല്ലൊരു വീട് വെച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ ഒരു കാർ മേടിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുണ്ടായപ്പോൾ നമ്മൾ ആ രാജ്യത്ത് പോയി കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കി നമ്മൾ നാട്ടിൽ അത്യാവശ്യം നല്ല നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം എന്നുള്ള രീതിയിൽ പലർക്കും കാണും. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, സൂപ്പർ മാർക്കറ്റ്, ദുബായ് സൂപ്പർ മാർക്കറ്റ്, കുവൈറ്റ് സൂപ്പർ മാർക്കറ്റ്, അല്ലെങ്കിൽ ഖത്തർ എന്നൊക്കെ പേരിടാറുണ്ട്. നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ അന്നം തരുന്ന നാട് എന്നുള്ള രീതിയിൽ അവർ പറയുന്നതിന് എനിക്ക് തെറ്റൊന്നും തോന്നിയിട്ടില്ല. ഇതുപോലെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ മലബാർ ഏരിയ നോക്കാൻ നേരത്ത് ഗൾഫ് രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിലേക്ക് വരാൻ നേരത്ത് അത് യൂറോപ്യൻ രാജ്യങ്ങളായി മാറും. പത്തനംതിട്ട അല്ലെങ്കിൽ കോട്ടയം സൈഡിലേക്കൊക്കെ വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. അത് തന്നെ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ, അവിടെയൊക്കെ നേഴ്സുമാരായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർ വലിയ രീതിയിൽ പണം നമ്മുടെ നാട്ടിലേക്ക് അയക്കാറുണ്ട്. അപ്പോൾ അന്നം തരുന്ന നാടെന്ന് പറയുന്നത് ഇതുപോലെ ഗൾഫ് രാജ്യങ്ങളുണ്ട്, ഇസ്രായേലുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയൊക്കെ വലിയ രീതിയിൽ ഇന്ത്യൻ വംശജരുള്ള നാടൊക്കെയാണ്. നമ്മളത് മനസ്സിലാക്കണം വലിയ രീതിയിൽ. അതുപോലെ യൂറോപ്യൻ പല രാജ്യങ്ങളുമൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവിടെ ഒരു അടിമ ബംഗാളികളെ പോലെ പണിയെടുത്തിട്ടാണ് നമ്മളെല്ലാവരും ഈ പൈസ ഉണ്ട്. അതല്ലാതെ അവർക്ക് പ്രത്യേക സ്നേഹമൊന്നും നിങ്ങളോടൊന്നുമില്ല, ഒരു സ്നേഹവും ഇല്ല. രാജ്യത്തിൽ മിലാഫ് കോള എന്ന് പറഞ്ഞൊരു കോള ഉണ്ടാക്കി, ശരി ആ കോളാക്കി വേണമെങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ കൊടുക്കാം. അതിനപ്പുറത്തേക്ക് ആ കോള കഴിച്ചിട്ട് ഒരാൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ നേരത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സ് വന്നിട്ട് ഇമാതിരി ഡയലോഗ് അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇമാതിരി ഡയലോഗ് അടിക്കേണ്ട എന്ത് കാര്യമായിരിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു കുഴിമന്തിക്കടയിൽ പോയിട്ട് നമുക്ക് കുഴിമന്തി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും, അത്രയല്ലേ ഉള്ളൂ. അതിനകത്ത് ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നം തരുന്ന നാട്, അവിടെ പോയി കഷ്ടപ്പെട്ടില്ലേ നിൻ്റെ അച്ഛൻ കാശുണ്ടാക്കിയതെന്നൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഇതുപോലെ കുറേ കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളാരാ ഇതിങ്ങനെയൊക്കെ ചോദിക്കാൻ? പിന്നെ ഈ ഓവറായിട്ടൊരു സ്നേഹത്തിൻ്റെ കാര്യമുണ്ടോ? ഒരു സ്നേഹത്തിൻ്റെയും കാര്യമില്ല. അതിപ്പോൾ ഏത് രാജ്യമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലിരിക്കുന്നത് കൊണ്ടാണ് നമ്മളവിടെ പോയി ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ എംബസിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്, അവിടെ പോയി ജോലി ചെയ്യാനും കാശുണ്ടാക്കാനും പറ്റുന്നുണ്ട്. അതിനപ്പുറത്തേക്കൊരു സ്നേഹത്തിൻ്റെയും കാര്യമൊന്നും ഈ സൗദി അറേബ്യയോടോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളോടോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒരാൾ ഒരു സാധനം മേടിച്ച് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത് സൗദി എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കേണ്ട കാര്യമൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും ഇല്ല. ആർക്കാ ഉള്ളത്? അവിടെ പോയിട്ട് നിങ്ങൾക്കിപ്പം സൗദിയോട് ഭയങ്കര സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി പൗരത്വം കിട്ടുമോ? കിട്ടത്തൊന്നുമില്ല. അവിടെ എങ്ങനെ പൗരത്വം കിട്ടുന്നത്? നമ്മുടെ രാജ്യത്തെ പൗരത്വം ഉള്ളതുകൊണ്ട് ജോലി ചെയ്യാൻ പോകാൻ പറ്റുന്ന ഒരു സ്ഥലം മാത്രമാണ് സൗദി. ചില ആൾക്കാരൊക്കെ മതപരമായിട്ടൊക്കെ ഇച്ചിരി കണക്ഷനൊക്കെ പറയാറുണ്ട്, അതുകൊണ്ട് ഇച്ചിരി സ്നേഹമൊക്കെ കൂടുതൽ പ്രകടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. എന്തിൻ്റെ കാര്യം? ഇപ്പം നിങ്ങൾക്ക് അവിടെ പൗരത്വം കിട്ടുമായിരുന്നെങ്കിൽ നിങ്ങളങ്ങ് പോകുമായിരുന്നെങ്കിൽ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ പോയി കിട്ടിയാനെ എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ എന്ത് ആ രാജ്യത്ത് പൗരത്വം കിട്ടും? ഇല്ല. ആ രാജ്യത്ത് നിങ്ങളെ എല്ലാ പൗരന്മാരെ പോലെ നിങ്ങളെ കാണുന്നതോ അങ്ങനെയും ഇല്ല. അങ്ങനൊന്നും ഇല്ല.
നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ടുള്ളൊരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിലൊരു പരിഗണന മാത്രമേ ആ രാജ്യത്ത് കിട്ടുന്നുള്ളൂ. നിങ്ങളെ അവിടെ ഒരു ലേബറായിട്ടാണ് വേണ്ടത്. ആ ലേബർ എന്നുള്ള രീതിയിൽ നിങ്ങൾ പോവും, നല്ല രീതിയിൽ നമ്മളൊക്കെ അധ്വാനിക്കും, അങ്ങനെ കുറേ പൈസ നമ്മുടെ നാട്ടിലേക്ക് വരും. ഈ മിലാഫ് കോള എന്ന് പറയുന്ന സാധനം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഈ കൂടുതൽ ഈ മിലാഫ് കോള ഒന്നും കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ നാട്ടിൽ പഴയ സർബത്തില്ലേ, അതിൻ്റെ ഒരു സമയത്തൊക്കെ ഒരു ട്രെൻഡാണ്. ഈ ഉത്സവ പറമ്പുകളിലൊക്കെ പോകുന്ന നേരത്ത് ഈ ഒരു ജാറ് സർബത്തിനകത്തേക്ക് ഒരു ജാറ് പോലെ ഒരു ക്യൂബ് പോലെ ഒരു സാധനം എടുത്തിടും, അത് കുറച്ച് പതയൊക്കെ വരും, കുറേ ആൾക്കാർ വാങ്ങി കുടിക്കും എന്നൊക്കെ പറയുന്ന ഒരു ട്രെൻഡ് മാത്രമാണ്. ഇതെന്തോ വലിയ സംഭവമാണ്, വലിയ കണ്ടുപിടുത്തമാണ്, ശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. നമ്മൾ ഇന്നലെ ISROയുടെ എന്താണ് നേട്ടം എന്നൊക്കെ നമ്മൾ കണ്ടു. നമ്മളിപ്പം ബഹിരാകാശ നിലയം ഇന്ത്യ അവിടെ സ്ഥാപിക്കുന്നു. ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാർത്ത വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ച് വിട്ടേക്കാം. പലരും മറന്നു പോകുന്നുണ്ടായിരിക്കും. ഇന്ത്യയുടെ ഒരു നേട്ടമാണ് ISRO 2 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വിജയകരമായി ഡോക്ക് ചെയ്തു. US, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ രാജ്യം ഈ ഭൂമിക്കപ്പുറം പല കാര്യങ്ങളും ISRO പോലുള്ള നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും സ്ഥാപനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കുറച്ച് ആൾക്കാർ ചില സ്നേഹത്തിൻ്റെ പേരിൽ, ഇപ്പോൾ രാജ്യത്ത് അന്നം തങ്ങുന്ന നാടൊക്കെയാണ്, അതൊക്കെ ശരി, അതിനപ്പുറത്തേക്ക് വന്നിട്ട് ഇത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ അത് പറ്റില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ വലിയ സംഭവമാണെന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ വേണ്ട. അത്രയ്ക്കുള്ള സംഭവമൊന്നുമില്ല. ഇതൊരു കോള, ഒരു പാനീയം, അത് സൗദി അറേബ്യയുടെ ഒരു പ്രോഡക്റ്റ്. അത് വാങ്ങി കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ഒക്കെ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടമാണ്. അതൊക്കെ ഇതെന്തോ വലിയ സംഭവമാണ്, ഇതെല്ലാം വലിയ കണ്ടുപിടുത്തമാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യം. ചില ആൾക്കാരൊക്കെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പുച്ഛമാണ്, സൗദി അറേബ്യ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമോ. അത്രയ്ക്ക് സ്നേഹത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഇന്ത്യയുടെ പാസ്പോർട്ട് ഉള്ളത് കൊണ്ടുള്ള സ്നേഹം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിഗണനയെ സൗദിക്ക് നിങ്ങളോടുള്ളൂ. ഒരു ലേബർ എന്നുള്ള രീതിയിൽ പരിഗണന ഇട്ടും അതിനപ്പുറത്തേക്ക് ഒരു കുന്തോ ഇല്ല, ഒരു കുടച്ചക്കറോ ഇല്ല. ആ രാജ്യത്ത് നിങ്ങൾക്കൊരു പരിഗണനയും കിട്ടാനില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പാസ്പോർട്ടിൻ്റെ ബലത്തിൽ അവിടെ പോയി നിവർന്ന് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ പോയി നിവർന്ന് നിൽക്കുന്നു. പാസ്പോർട്ട് ഇല്ലാതെ ഒന്ന് പോയി നിന്ന് നോക്കുക, അടുത്ത ദിവസം കവളത്ത് തട്ടിയിട്ട് തിരിച്ച് കയറ്റി വിടും. മനസ്സിലായോ? അത്രയൊക്കെ ഉള്ളൂ കാര്യം. വെറുതെ ഈ നമ്മുടെ നാട്ടിലിരുന്നുകൊണ്ട് ഭയങ്കര സ്നേഹം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഇസ്രയേലിൽ ജോലിക്ക് പോകുന്ന മലയാളികളുണ്ട്, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട്, അമേരിക്കയിൽ പോകുന്നവരുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളിലും ജോലിക്ക് വന്ന മലയാളികളുണ്ട്. അതുപോലെ ഈ അറബ് രാജ്യങ്ങളിലും പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ മഹാസംഭവമാക്കി ഇത് പ്രചരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ കർണാടകയിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടൊരു വാർത്തയാണ്, നമ്മൾ ഈ ജെറുസലേം എന്ന് പറഞ്ഞ പേരിട്ടൊരു ബസ് ഓടി. ഇപ്പം ഇവരുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് ഇത്. ആ രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടതുകൊണ്ട് തൻ്റെ സ്ഥാപനത്തിലെ ഓടുന്ന ആദ്യത്തെ വാഹനത്തിനും ജെറുസലേം എന്നൊക്കെ പേരിട്ടുകൊണ്ട് ഒരു വണ്ടി ഓടി. അതിന് നേരെ ഒരു ഭീഷണി ഉണ്ടായി, അതിന് നേരെ പേര് മാറ്റിയെന്നുള്ള രീതിയിലൊക്കെ വാർത്ത നമ്മൾ കണ്ടാണ്. ഇത്തരത്തിലൊരു ഭീഷണിയാണ് ഈ കോള കുടിച്ചൊരു കൊച്ചു പയ്യൻ. കോള ഇഷ്ടപ്പെട്ടില്ല, 10 പൈസക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ വന്ന് ഭീഷണിപ്പെടുത്തി. ഇതിന് ഭീഷണിപ്പെടുത്താൻ എന്തിരിക്കുന്നു? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ മിലാഫ് കോള പോലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ക്വാളിറ്റി കാണും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. വാങ്ങി കഴിക്കുന്നത് ഇപ്പം ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തുള്ള ഫുഡ് സേഫ്റ്റി വളരെ മോശമാണ്. അതേസമയം ഈ അറബ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാലും ഫുഡ് സേഫ്റ്റി കുറച്ചും കൂടെ ബെറ്ററാണ്. അപ്പോൾ അവിടെയുള്ള ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. അങ്ങനെയൊക്കെ ചില അഭിപ്രായ വ്യത്യാസമൊക്കെ എനിക്കുണ്ട്. എന്നും പറഞ്ഞ് ഒരാൾ മിലാഫ് കോള കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ കുരുപൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. അമിത സ്നേഹത്തിൻ്റെ കാര്യമൊന്നുമില്ല. അമിത സ്നേഹത്തിന് എന്തായാലും സൗദി അല്ലല്ലോ നമുക്ക് ഇന്ത്യയുടെ പൗരത്വം തന്നത്. ഇന്ത്യക്കാരനായതുകൊണ്ട് സൗദിയിൽ ഒരു വിസ കിട്ടിയെന്നല്ലേ ഉള്ളൂ. വ്യത്യാസം മനസ്സിലായില്ലേ? എന്തായാലും മിലാഫ് കോള കഴിച്ചിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം കിട്ടാൻ വഴിയുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സംഘടിപ്പിച്ച് തരാൻ ശ്രമിക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് റിവ്യൂ ചെയ്യാം. അതായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്യുന്നവർ പരിഗണിക്കാം.